സംസ്ഥാന ബജറ്റിലേക്കും കേന്ദ്ര ബജറ്റൊക്കെ വരാനിരിക്കുകയാണ്. എന്തായിരിക്കും ജനപ്രിയ ബജറ്റായിരിക്കും സംസ്ഥാന ബജറ്റ് എന്നാണ് പൊതുജനങ്ങളെല്ലാം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതികൂലമായ സാഹചര്യങ്ങളിലും എല്ലാ തരത്തിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആക്രമണത്തിനിരയായി കേരളത്തിലെ ഗവൺമെൻറ് സാമ്പത്തികമായി ഞെരുങ്ങുമ്പോഴും ഞങ്ങൾ ആകാവുന്നത്രയും മുന്നോട്ട് പോയി ജനങ്ങൾക്ക് ജീവിതത്തിൽ ആശ്വാസം കൊടുക്കുന്ന ഒരു ബജറ്റ് അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ബജറ്റിനെ പറ്റി എൻ്റെ പ്രതീക്ഷ, CPI പ്രതീക്ഷ അതാണ്. പക്ഷേ ജനങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം, കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലാണ് കേരളം. അപ്പോൾ ഏത് തരത്തിലുള്ള ഊന്നൽ നൽകിയായിരിക്കും, അല്ലെങ്കിൽ നികുതി വർധനമൊക്കെ ജനങ്ങൾക്ക് ഇത്തവണ ഉണ്ടാവുമോ? ആശങ്കയുണ്ട്. അല്ല, വരുമാനം വർദ്ധിക്കണം. അതിന് ഒരു മാർഗം കേന്ദ്ര സഹായമാണ്, വേറൊരു മാർഗം കടം വാങ്ങിക്കലാണ്, വേറൊരു മാർഗം നികുതി പിരിക്കലാണ്. അതിൽ കേന്ദ്ര സഹായം പ്രതീക്ഷിക്കാൻ പറ്റില്ല. നികുതി അമിതമായി അടിച്ചേൽപ്പിക്കാനും പാടില്ല. ന്യായമായ തരത്തിലുള്ള രീതിയിൽ നികുതി ഉണ്ടാകും. ആ നികുതി കർശനമായും പിരിച്ചെടുക്കാൻ നീക്കമുണ്ടാകും. അതിൽ കേരളത്തിലെ ഗവൺമെൻറ് റെക്കോർഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നികുതി പിരിവിൽ ഇന്ത്യയിൽ തന്നെ. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ? കേന്ദ്രം എപ്പോഴും കാണിക്കുന്ന അവഗണന കേരളത്തോട്. തോണി അങ്ങനെയായിരിക്കും. എന്തെങ്കിലും ഗിമ്മക്സ് കണ്ടേക്കാം. കണ്ണിൽ ഇലക്ഷൻ പ്രമാണിച്ച് എന്തെങ്കിലും ഒരു കൈപ്പിടി ഒരു അതല്ലേ മോദി ഗവൺമെൻറ് ഇതെല്ലാം പറഞ്ഞത്. ഗ്യാരണ്ടിയൊക്കെ പറഞ്ഞില്ലേ? ഒന്നാമത്തെ ഗ്യാരണ്ടി എന്തായിരുന്നു? 2 കുഴത്തൊഴിൽ, ഓരോ അക്കൗണ്ടിലേക്കും 15 ലക്ഷം രൂപ വീതം വരും, എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി, എല്ലാവർക്കും വീട്, 6 ലക്ഷം ഗ്രാമങ്ങളിലേക്ക് ഫൈബർ കണക്ടിവിറ്റി എന്ന് വേണ്ട, കണ്ണൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം പൊന്നാക്കാമെന്ന് ഇവർ പറഞ്ഞ ഗ്യാരണ്ടിക്ക് എന്ത് പറ്റി? ആ ഗ്യാരണ്ടിയെല്ലാം മലച്ച് കിടക്കുകയാണ് ഇവിടെ. മോദി ഗ്യാരണ്ടികളുടെ ശവപ്പറമ്പിലാണ് ഇപ്പോൾ മോദി വന്നിട്ട് തൃശ്ശൂരിൽ വീണ്ടും മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞത്. ജനങ്ങൾക്ക് ഇതെല്ലാം കാണാൻ രസമാണ്, നല്ല നാടകമാണത്. ആൻഡ് മോദി ഈസ് എ ഗുഡ് ഡ്രാമാറ്റിസ്റ്റ്. നല്ല നാടകക്കാരനാണ് മോദി. എന്തുകൊണ്ടാണ് ഈ കേരളത്തെ മോഡി ഇങ്ങനെ ഒരു എന്താ പറയുക, ഞങ്ങൾക്ക് കേരളം വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്നത്? എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം? കേരളത്തെ മോദി ഭയപ്പെടുന്നതുകൊണ്ട്. മോദി എടുത്തുപിടിക്കാൻ ശ്രമിക്കുന്ന ഈ കോർപ്പറേറ്റ് കൊള്ളക്കാർക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയത്തെ, ധനനയത്തെ, സാമ്പത്തിക നയത്തെ, മോദിയുടെ BJP RSS ശക്തികൾ ചേർത്ത് പിടിക്കുന്ന വംശമേധാവിത്വ വാസനകളെ, ന്യൂനപക്ഷ ദളിത് വിരുദ്ധ രാഷ്ട്രീയത്തെ എല്ലാം ഫലപ്രദമായി ചെറുക്കുന്ന സമരത്തിൻ്റെ നെടുങ്കോട്ടയാണ് ഈ കേരളം. അതുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ വട്ടം ചുറ്റാം, തിരിച്ചു പോകാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.